പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ഒന്നാമതായി പങ്കുവെക്കാനുള്ളത് നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഡാമിൻ പ്രീസ്റ്റിൻ്റെ നെക്സ്റ്റ് ബിഗ് പ്ലാനുകളെ സംബന്ധിച്ചാണ്. ഡാമിൻ പ്രീസ്റ്റിൻ്റെ മുന്നിലേക്ക് ഇപ്പോൾ ഒന്നിലധികം എതിരാളികൾ കയറി വന്നിട്ടുണ്ട്. അത് ഇന്നത്തെ റോയിലൂടെ കൃത്യമായി കാണിച്ചു തന്നിട്ടുണ്ട്. ഓൾറെഡി സ്കോട്ട്ലാൻഡിൽ വെച്ച് WWE നടത്താൻ പോകുന്ന അടുത്ത പ്രീമിയം ലൈവ് ഇവന്റിൽ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഡാമിൻ പ്രീസ്റ്റ് ഡ്രൂ മെക്കൻഡയറിനെതിരെയായിരിക്കും ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത് കൺഫേം ചെയ്തിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അതുകൂടാതെ ഡാമിൻ പ്രീസ്റ്റിന് നിലവിൽ കിങ് ഓഫ് ദ റിംഗ് വിജയിച്ചു വന്ന ഗുന്തർ ഒരു എതിരാളിയായി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രോൺ സ്ട്രോമനും ഡാമിൻ പ്രീസ്റ്റിന് ഫേസ് ടു ഫേസ് നിന്ന് ഒരു വെല്ലുവിളി കൊടുക്കുന്നതായിട്ട് നമുക്ക് ഇന്നത്തെ റോയിൽ കാണാൻ സാധിച്ചു. അതുകൂടാതെ തന്നെ ഹോൾ ഓഫ് ഫെയിമറായ റെയ്മിസ്റ്റീരിയോയ്ക്കെതിരെയും ഡാമിൻ പ്രീസ്റ്റ് ഇപ്പോൾ ഒരു ആക്രമണം നടത്തിയിട്ടുണ്ട്. കൂടാതെ ഡാമിൻ പ്രീസ്റ്റും റെയ്മിസ്റ്റീരിയോയും തമ്മിലുള്ള ഒരു നോൺ ടൈറ്റിൽ മത്സരം അടുത്ത റോയിലേക്കും കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡാമിൻ പ്രീസ്റ്റിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം WWE ആരാധകരെ സംബന്ധിച്ച് കുറച്ച് വർഷങ്ങളായിട്ട് ഇങ്ങനെ ആക്റ്റീവായിട്ടുള്ള റെസ്ലർ ആണെങ്കിലും പഴയ ആരാധകർക്കൊന്നും അദ്ദേഹത്തെ വലിയ പരിചിതം ഉണ്ടായിരിക്കില്ല. എന്നാൽ ഇത്തരത്തിൽ കുറേയധികം എതിരാളികൾ ഒരേ സമയത്ത് ഡാമിൻ പ്രീസ്റ്റ് എതിരെ വരുമ്പോൾ അത് ഡാമിൻ പ്രീസ്റ്റ് എന്ന് പറയുന്ന റെസ്ലറിൻ്റെ ക്യാരക്ടറിനെയാണ് കൂടുതൽ പോസിറ്റീവായി മാറുക. അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റോറി ലൈൻ കിട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ടൈറ്റിൽ റണ്ണിനും കൃത്യമായിട്ടുള്ള ഒരു അർത്ഥമുണ്ട് എന്നുള്ളത് ആരാധകർക്കിടയിൽ അവർ തന്നെ വിലയിരുത്തും. അങ്ങനെ ഡാമിൻ പ്രീസ്റ്റിൻ്റെ ഒരു ഫാൻ ബേസ് അദ്ദേഹത്തിന് ഉയർത്താൻ സാധിക്കും. അതിലൂടെ ഡാമിൻ പ്രീസ്റ്റിൻ്റെ ഫ്യൂച്ചർ അദ്ദേഹത്തിനെ സേഫ് ആക്കി വെക്കാനും സാധിക്കും. അതിൽ ഡാമിൻ പ്രീസ്റ്റിന് നിലവിൽ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റാണ് ഉള്ളത് എന്നുള്ളൊരു രീതിയിലേക്കാണ് നിലവിൽ അപ്ഡേറ്റ്സുകൾ ലഭിക്കുന്നത്. മറ്റൊരു സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് ജഡ്ജ്മെൻറ്റ് ഡേക്കുള്ളിലെ പ്രശ്നങ്ങളെ സംബന്ധിച്ചാണ്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി അവർ ജഡ്ജ്മെൻറ്റ് ഡേക്കുള്ളിലെ പ്രശ്നങ്ങളുടെ ഒരു സൂചനയൊക്കെ കാണിച്ചു തന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്നത്തെ റോയിൽ അത് കൃത്യമായിട്ട് അവർ നമുക്ക് മുന്നിലേക്ക് ഇട്ടു തരുന്നുണ്ട്. അതായത് കാർലിറ്റോ എന്ന് പറയുന്ന റെസ്ലർ ജഡ്ജ്മെൻറ്റ് ഡേക്കുള്ളിൽ വന്നതിനോട് ഡാമിൻ പ്രീസ്റ്റിന് വലിയ താല്പര്യമില്ല എന്നുള്ളത് നമുക്ക് ഡാമിൻ പ്രീസ്റ്റിൻ്റെ പ്രവൃത്തിയിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. അതായത് കാർലിറ്റോയോട് ജഡ്ജ്മെൻറ്റ് ഡേ ടീമിൻ്റെ ആ ഒരു മീറ്റിങ്ങിന് ഇടയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ഡാമിൻ പ്രീസ്റ്റ് ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കാർലിറ്റോ വേഴ്സസ് റെയ്മിസ്റ്റീരിയോ തമ്മിലുള്ള മത്സരത്തിന് ശേഷം റെയ്മിസ്റ്റീരിയോയെയും LW എന്ന് പറയുന്ന ഫാക്ഷനെയും ജഡ്ജ്മെൻറ്റ് ഡേ ഗ്രൂപ്പ് ആക്രമിക്കുന്നുണ്ട്. അപ്പോൾ ഡാമിൻ പ്രീസ്റ്റാണ് അവസാനം വന്ന് റെയ്മിസ്റ്റീരിയോയ്ക്ക് ബ്രൂട്ടലായി ആക്രമിക്കുന്നത്. അവിടെയും ജഡ്ജ്മെൻറ്റ് ഡേ ടീമിലെ അംഗമായ ഫിൻ ബാലറിനെയൊന്നും വലിയൊരു ട്രസ്റ്റ് ഉള്ളതുപോലെ വിശ്വാസമുള്ളതുപോലെയൊന്നും ഡാമിൻ പ്രീസ്റ്റ് കാണിക്കുന്നില്ല. അതായത് ഫിൻ ബാലർ, JD മക്ഡൊണാൾഡ്, ഡൊമിനിക് ഇവരെയൊന്നും തനിക്ക് വിശ്വാസമില്ല. താൻ മുന്നിട്ട് നിന്നാൽ മാത്രമേ ജഡ്ജ്മെൻറ്റ് ഡേക്ക് എന്തെങ്കിലുമൊക്കെ കൈവരിക്കാൻ സാധിക്കൂ എന്നുള്ളൊരു രീതിയിലേക്കാണ് ഡാമിൻ പ്രീസ്റ്റ് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറ്റ് മെമ്പേഴ്സിനെ കൊണ്ട് ഒന്നും സാധിക്കില്ല, താൻ വേണം എല്ലാം ചെയ്യാൻ എന്നുള്ളൊരു രീതിയിലേക്ക് ജഡ്ജ്മെൻറ്റ് ഡേക്കുള്ളിൽ തന്നെ ഒരു അഭിപ്രായ വ്യത്യാസമുള്ള ഒരു രീതിയിലേക്കാണ് അവർ സ്റ്റോറി ലൈൻ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് ബ്രോൺ ബ്രേക്കർ എന്ന യുവതാരത്തിൻ്റെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റിനെ സംബന്ധിച്ചാണ്. കഴിഞ്ഞ റോയിലും ഈ ഒരു പോയിന്റിനെ സംബന്ധിച്ച് ഞാൻ നിങ്ങളുമായി വിവരിച്ചതാണ്. അതേ ഒരു കാര്യം തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. ബ്രോൺ ബ്രേക്കറിന് നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ക്യാരക്ടർ, പവർ ഹൗസ്, ഡൊമിനൻ്റ് റെസ്ലർ എന്നുള്ള ആ ഒരു വ്യക്തിത്വം അത് മികച്ച രീതിയിൽ ബ്രോൺ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ റോയിൽ റിക്കഷയും ഇല്യ ഡ്രാഗനോവും കൂടി ഏറ്റുമുട്ടിയ ആ ഒരു സിംഗിൾസ് മത്സരം നോ കോണ്ടസ്റ്റ് ആയിട്ടാണ് അവസാനിക്കുന്നത്. ബ്രോൺ ബ്രേക്കർ റിക്കഷയും ഇല്യ ഡ്രാഗനോവിനെയും സ്പിയർ ചെയ്ത് ആക്രമിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ബ്രോൺ ബ്രേക്കറിൻ്റെ ആദ്യ എതിരാളി റിക്കഷെ ആയിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ഇല്യ ഡ്രാഗനോവും റിക്കഷയും ഒരേ സമയം ബ്രോണിൻ്റെ എതിരാളിയായി വന്നു അവർക്കെതിരെ ബ്രോൺ വലിയൊരു വിജയം കരസ്ഥമാക്കുന്നതിലൂടെയായിരിക്കും റോ ബ്രാൻഡിലെ ബ്രോൺ ബ്രേക്കറിൻ്റെ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂഡലുകളിലേക്ക് ബ്രോൺ കടക്കുക എന്നുള്ളതും ഏകദേശം ഉറപ്പായിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പുഷ് തന്നെ ബ്രോൺ ബ്രേക്കറിന് നിലവിലും കൊടുത്താൽ, അതായത് ഭാവിയിലും കൊടുത്താൽ അദ്ദേഹത്തെ അടുത്ത ബ്രോക്കായിട്ടോ അടുത്ത ഗോൾഡ്ബർഗ് ആയിട്ടോ WWE നിസ്സംശയം പുഷ് ചെയ്യാനും സാധിക്കും. നാലാമത്തെ അപ്ഡേറ്റ് ഇന്നത്തെ റോയിലൂടെ 3 ആഴ്ചകൾക്ക് ശേഷം ഷെയ്മസിൻ്റെ ഒരു തിരിച്ചുവരവ് നമുക്ക് കാണാൻ സാധിച്ചു. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഇമ്പീരിയം ഫാക്ഷനിലെ അംഗമായ ലുഡ്വിഗ് കൈസറിനെതിരെയുള്ള ഒരു വെല്ലുവിളിയാണ് ഷെയ്മസ് പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷം ലുഡ്വിഗ് കൈസറും ഷെയ്മസും കൂടി ഒരു ബാക്ക് സ്റ്റേജ് ഫൈറ്റ്, പിന്നീട് അത് എൻട്രൻസ് സ്റ്റേജിലേക്ക് എത്തുന്ന ഒരു ഫൈറ്റായിട്ട് മാറുന്നതും കാണാൻ സാധിച്ചു. അങ്ങനെ ഇരുവരുടെയും ആ ഒരു ഫൈറ്റ് അടുത്ത ആഴ്ച ഒരു സിംഗിൾസ് മത്സരത്തിലേക്കാണ് ഇപ്പോൾ നയിച്ചിട്ടുള്ളത്. ലുഡ്വിഗ് കൈസറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കിട്ടാവുന്ന ഏറ്റവും നല്ല എതിരാളികളിൽ ഒരാളെയാണ് ഷെയ്മസിലൂടെ ലഭിച്ചിരിക്കുന്നത്. അടുത്ത ആഴ്ചത്തെ ആ ഒരു മാച്ചിൻ്റെ പ്രൊഡിക്ഷനായി ഞാൻ ഇപ്പോഴേ പറയുന്നത് ഷെയ്മസ് ലുഡ്വിഗ് കൈസറിനെ പരാജയപ്പെടുത്തും എന്നുള്ളത്.
എന്നുള്ളതാണ്. അടുത്ത റോ എപ്പിസോഡിലേക്ക് ഒരു ടാഗ് ടീം മത്സരം കൂടി കൺഫേം ചെയ്തിട്ടുണ്ട്. ന്യൂ ഡേ എന്ന് പറയുന്ന ടീം ഒതേഴ്സ് ഓഫ് പെയിൻ എന്ന് പറയുന്ന ഫൈനൽ ടെസ്റ്റ്മെൻറ്റ് ഫാക്ഷനിലെ ടീമിനെയാണ് നേരിടുന്നത്. നിലവിൽ കെരൻ ക്രോസ് ന്യൂ ഡേയിലെ സേവിയർ വുഡ്സിനെ ഒരു ഹീൽ ടേൺ ചെയ്യിപ്പിക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. മറ്റൊരു സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് റോ എപ്പിസോഡിന് ഇടയിലൂടെ പുതിയ QR കോഡ് പുറത്തേക്ക് വിട്ട സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് ആണ്. അങ്കിൾ ഹൗഡിയുടെ ആ തിരിച്ചുവരവിനോട് അനുബന്ധിച്ചുള്ള ഈ ഒരു QR കോഡിൽ നിന്ന് നമുക്ക് പുതുതായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അവരുടെ QR കോഡ് ആരംഭിക്കുന്നത് മുൻപത്തെ വീഡിയോസിൽ അവർ ഒരു വുമൺ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു ന്യൂസ് പുറത്തേക്ക് വിടുന്നതിലൂടെയാണ്. എന്നാൽ ആ ഒരു വുമൺ തിരികെ വന്നതായിട്ടാണ് ഇന്നത്തെ QR കോഡിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ആ ഒരു വുമൺ തിരികെ വന്നത് ആ ഒരു വുമൺ തന്നെയാണ് ഒരു വീഡിയോയിലൂടെ പറയുന്നത്. തന്നെ ഇപ്പോൾ സേഫ് ആക്കിയിട്ടുണ്ട്, തനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല, തന്നെ അവർ ഫ്രീ ആക്കി തന്നു എന്നുള്ളതാണ് ആ ഒരു വ്യക്തി പറയുന്നത്. അതിനുശേഷം ഈ ഒരു വീഡിയോ മറ്റൊരു വ്യക്തി ഇരുന്ന് ലാപ്ടോപ്പിൽ കാണുന്നതായിട്ടും അവിടെ നിന്ന് പെട്ടെന്ന് ഗ്ലിച്ചുകൾ വരുന്നതായിട്ടും നമുക്ക് ആ വീഡിയോയിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ പെട്ടെന്ന് ചെയറിൽ ഏതൊരു രൂപം ഉള്ളതുപോലെ കാണുന്നുണ്ട്, പിന്നീട് ആ ഒരു ചെയറിൽ ആരുമില്ലാത്ത പോലെ കാണിക്കുന്നു, പിന്നീട് ഒരു മിററിൽ ഒരു രൂപം വന്ന് പോകുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അവിടെയൊന്നും നമുക്ക് ആ ഒരു മുഖമൊന്നും വ്യക്തമല്ല. മിക്കവാറും അത് അങ്കിൾ ഹൗഡി അല്ലെങ്കിൽ അങ്കിൾ ഹൗഡി ലീഡ് ചെയ്യുന്ന ആ വൈറ്റ് സിക്സിലെ ആരെങ്കിലും ഒക്കെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും അങ്കിൾ ഹൗഡിയുടെ തിരിച്ചുവരവ് അടുത്ത മാസം നടന്നേക്കാം എന്നുള്ളൊരു റൂമർ പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ഒന്നും ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. കിങ് ആൻഡ് ക്വീൻ പ്രീമിയം ലൈവ് ഇവൻറ്റിലാണ് നമ്മൾ പ്രതീക്ഷിച്ചത്, അത് നമുക്ക് കാണാൻ സാധിച്ചില്ല. ഇനി അങ്കിൾ ഹൗഡി വരുമ്പോൾ തന്നെ നമുക്കതൊക്കെ കണ്ടു തന്നെ അറിയാം. അഞ്ചാമത്തെ അപ്ഡേറ്റ് ജാഡ് ഗേബിൾ ആൽഫ അക്കാദമി ഇവരുടെ സ്റ്റോറി ലൈനെ സംബന്ധിച്ചാണ്. നിലവിൽ റോയിലെ ഏറ്റവും ഇൻട്രസ്റ്റിങ്ങും യുണീക്കുമായിട്ട് തോന്നുന്ന ഏക സ്റ്റോറി ഉണ്ടെങ്കിൽ അത് ജാഡ് ഗേബിളിന് കൊടുക്കുന്ന ആ ഒരു ക്യാരക്ടറിൻ്റെ ഡെവലപ്മെൻറ്റും ആൽഫ അക്കാദമിയിലൂടെ പറഞ്ഞു പോകുന്ന സ്റ്റോറി ലൈനുമാണ്. കാരണം ജാഡ് ഗേബിൾ ഒരു അണ്ടർഡോഗ് റെസ്ലറിൽ നിന്ന് അദ്ദേഹം ഒരു ചാമ്പ്യൻ ആകുമെന്നുള്ളൊരു നിലയിലേക്ക് ആദ്യം വളർന്നു വരുന്നു. പിന്നീട് കയ്യെത്തും ദൂരത്ത് അദ്ദേഹത്തിൻ്റെ ചാമ്പ്യൻഷിപ്പ് അവസരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നു, മത്സരങ്ങളിൽ പരാജയപ്പെടുന്നു. അതിൽ ഒരു വിഷമം തോന്നിയ ജാഡ് ഗേബിൾ പിന്നീട് ഹീൽ ടേൺ സ്വീകരിക്കുന്നു. തൻ്റെ പിന്നാലെ തൻ്റെ ഈ ഒരു അക്കാദമിയിലെ റെസ്ലേഴ്സ് ഓട്ടിസ്, മാക്സിനി ഡുപ്രി, അക്കിറ ടൊസാവ ഇവരെല്ലാം തൻ്റെ പാതയിലേക്ക് വരണമെന്നുള്ളത് ജാഡ് ഗേബിൾ തീരുമാനിക്കുന്നു. പക്ഷേ ഇവരൊന്നും ജാഡ് ഗേബിളിൻ്റെ ഒപ്പം നിൽക്കാനും തയ്യാറാകുന്നില്ല. എന്നാൽ ജാഡ് ഗേബിളിന് എതിരെയും ഇവർ നിൽക്കുന്നില്ല. അപ്പോൾ ഇവരെ എങ്ങനെയും തൻ്റെ കൂടെ നിർത്തുക, അതിലൂടെ ചാമ്പ്യൻ ആകുക എന്നുള്ളൊരു തന്ത്രമാണ് ജാഡ് ഗേബിൾ നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്നത്തെ റോയിൽ അതിന് വലിയൊരു ട്വിസ്റ്റ് സംഭവിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അതായത് ഓട്ടിസ് വേഴ്സസ് ബ്രോൺസൺ റീഡ് തമ്മിലുള്ള മത്സരത്തിൽ ഓട്ടിസ് പരാജയപ്പെടുന്നു. അതിൻ്റെ കാരണം ജാഡ് ഗേബിൾ സമയം വൈകിപ്പിച്ചതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുമെങ്കിലും ജാഡ് ഗേബിളിന് ഓട്ടിസ് പരാജയപ്പെട്ടത് ഇഷ്ടപ്പെടുന്നില്ല. അദ്ദേഹത്തിന് ബെൽറ്റ് കൊണ്ട് ആക്രമിക്കാൻ ജാഡ് ഗേബിൾ തീരുമാനിക്കുന്നു. എന്നാൽ മാക്സിനി ഡുപ്രി ജാഡ് ഗേബിളിനെ അവിടെ തടയുന്നു. അപ്പോൾ അക്കിറ ടൊസാവ എന്ന് പറയുന്ന റെസ്ലറുടെ ഒരു ക്യാരക്ടർ നിങ്ങൾ നോക്കണം. അവിടെ അക്കിറ ടൊസാവ ജാഡ് ഗേബിളിന് എതിരെ നിൽക്കുന്നില്ല, മാക്സിനിയാണ് ജാഡ് ഗേബിളിന് എതിരെ നിൽക്കുന്നത്. മാക്സിനിക്ക് ഓട്ടിസുമായിട്ട് ചെറിയൊരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളൊരു നല്ലൊരു കണക്ഷൻ അവർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം മാക്സിനി ജാഡ് ഗേബിളിന് എതിരെ നിന്നത്. ഇതിനെ തുടർന്ന് മാക്സിനി ആ ഒരു റിങ് വിട്ടു പോകേണ്ട സിറ്റുവേഷൻ ഉണ്ടാകുന്നു. പിന്നീട് സാമി സെയിൻ വന്നിട്ടാണ് ജാഡ് ഗേബിളിനെതിരെ നിൽക്കുന്നതും ഓട്ടിസിനെ രക്ഷിക്കുന്നതും. അവിടെയും ഓട്ടിസ് സാമി സെയിനെതിരെ നിൽക്കുന്നുണ്ട്, അദ്ദേഹത്തെ ആക്രമിക്കുന്നില്ലെങ്കിലും ജാഡ് ഗേബിളിനെ സാമി ആക്രമിക്കുന്ന സമയത്ത് സാമി സെയിനെ പിടിച്ചു മാറ്റാനും എന്നാൽ ജാഡ് ഗേബിളിനെ പിടിച്ചു മാറ്റാതിരിക്കാനും ഓട്ടിസ് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഓരോ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ കൃത്യമായിട്ട് അവർ സ്റ്റോറി ലൈനിൽ എന്തൊക്കെ കാണിക്കണമോ അതെല്ലാം കാണിച്ചു പോകുന്നതാണ് ജാഡ് ഗേബിളിന് നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്റ്റോറിയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോറിയുടെ എൻഡിങ് മിക്കവാറും ജാഡ് ഗേബിൾ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് വിജയിക്കുന്നതിലൂടെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അതിലുപരി ഓട്ടിസ് എന്ന് പറയുന്ന റെസ്ലറിന് നിലവിൽ നല്ലതുപോലെ ഫാൻ ബേസ് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഓട്ടിസ് ജാഡ് ഗേബിളിന് എതിരെ തിരിയുന്ന ആ ഒരു മൊമെൻറ്റും നമുക്ക് കാണാൻ സാധിച്ചേക്കാം. ആ ഒരു മൊമെൻറ്റിന് ആരാധകർക്കിടയിൽ നിന്ന് വലിയൊരു സപ്പോർട്ടും ചിലപ്പോൾ ലഭിച്ചേക്കാം. ആറാമത്തെ പോയിന്റ് മെയിൻ ഈവൻറ്റിലെ സ്റ്റീൽ കേജ് മത്സരത്തെ സംബന്ധിച്ചാണ്. പുതിയ വുമൻസിൻ്റെ വേൾഡ് ചാമ്പ്യനായ ലിവ് മോർഗൻ ബെക്കി ലഞ്ചിനെ സ്റ്റീൽ കേജ് മത്സരത്തിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിലുപരി നിലവിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് ഈ മെയിൻ ഇവൻറ്റിലെ മത്സരം കഴിഞ്ഞതിന് ശേഷം ഡൊമിനിക്കിനെ ലിവ് മോർഗൻ കിസ് ചെയ്ത ആ ഒരു മൊമെൻറ്റിനെ സംബന്ധിച്ചാണ്. അത് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഡൊമിനിക്കിന് ലിവിനോട് അത്തരത്തിലുള്ളൊരു അട്രാക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ലിവിന്
തിരിച്ച് ഡൊമിനിക്കിനോട് ഒരു റൊമാൻസ് തോന്നാനുള്ള കാരണം എന്താണ് എന്നുള്ളതാണ് നിലവിൽ എല്ലാവരും ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ മത്സരത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ അവസാന നിമിഷങ്ങളിൽ ബെക്കിയെ സഹായിക്കാൻ വേണ്ടി ഡൊമിനിക് മെയ്സ്റ്റീരിയോ ആ സ്റ്റീൽ കേജിൻ്റെ ഡോർ തുറന്നു കൊടുക്കുന്നുണ്ട്. എന്നാൽ അവിടേക്ക് ഡൊമിനിക്കിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ജഡ്ജ്മെൻറ്റിൻ്റെ ടീമിലെ അംഗങ്ങളായ ഫിൻ ബാലറും JD മക്ഡൊണയും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ തുടക്കത്തിലെ ഞാൻ പറഞ്ഞൊരു പോയിൻ്റാണ് ജഡ്ജ്മെൻറ്റ് താരങ്ങൾക്കിടയിൽ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൻ പ്രകാരമാണ് ഈ രണ്ട് വ്യക്തികൾ വന്നുകൊണ്ട് ഡൊമിനിക്കിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അവിടേക്ക് ബ്രോൺ സ്ട്രോമൻ കയറി വരുന്നുണ്ട്. ബ്രോൺ സ്ട്രോമനെ പേടിച്ചുകൊണ്ട് JDയും ഫിൻ ബാലറും ഓടി രക്ഷപ്പെടുന്നു. അതിനിടയിൽ ബ്രോൺ സ്ട്രോമൻ ഡൊമിനിക്കിനെ ഒന്ന് പുഷ് ചെയ്യുന്നുണ്ട്. ആ പുഷ് ചെയ്യുന്ന സമയത്ത് ബെക്കി ഇറങ്ങി വരുന്ന ഒരു സമയമായിരുന്നു. ആ സ്റ്റീലിൻ്റെ ഡോറിലേക്കാണ് ഡൊമിനിക്ക് പോയി വീഴുന്നത്. ആ ഒരു ആഘാതത്തിൽ സ്റ്റീൽ ഡോർ പോയിട്ട് നേരെ ബെക്കിയുടെ തലയിൽ അടിക്കുന്നു. ബെക്കി അങ്ങനെ വീഴുന്നു. ഈ അവസരം മുതലെടുത്ത് ലിവ് മോർഗൻ സ്റ്റീൽ കേജിൻ്റെ പുറത്തേക്ക് ഡോർ വഴി ഇറങ്ങുന്നു. അതിലൂടെ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നു. അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് ആ റോ അവസാനിക്കുന്ന അവസാന നിമിഷങ്ങളിൽ ലിവ് മോർഗൻ ഡൊമിനിക് മെയ്സ്റ്റീരിയോയെ കിസ് ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ ലിവ് മോർഗൻ്റെ സ്റ്റോറിയായി നമുക്ക് പങ്കുവെക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ലിവ് മോർഗൻ ഉദ്ദേശിക്കുന്നത് ലിവ് മോർഗൻ്റെ റിവെഞ്ച് ടൂറാണ്. അപ്പോൾ ജഡ്ജ്മെൻറ്റ് ഡേക്കുള്ളിലെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക, അതിലൂടെ ജഡ്ജ്മെൻറ്റ് ഡേ എന്ന് പറയുന്ന ഫാക്ഷനെ സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കുക, അങ്ങനെ റിയ റിപ്ലി എന്ന് പറയുന്ന റെസ്ലറിനെ ഒറ്റയ്ക്ക് കിട്ടുക, അതിൽ റിയ റിപ്ലിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് തൻ്റെ റിവെഞ്ച് പൂർണ്ണമാക്കുക എന്നുള്ളൊരു തന്ത്രമായിരിക്കണം നിലവിൽ ലിവ് മോർഗൻ സ്വീകരിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ എന്തായാലും റിയ തിരിച്ചു വരുമ്പോൾ ഡൊമിനിക്കിനോട് ഇതിനെ ചൊല്ലിയിട്ടുള്ള ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ നടത്താനും അത് വലിയ പ്രശ്നങ്ങളിലേക്ക് കടക്കാനും സാധ്യതയുണ്ട്. അതൊക്കെ ലിവ് വിചാരിച്ച പോലെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അത് ലിവ് മോർഗൻ്റെ റിവെഞ്ച് ടൂറിൻ്റെ ഭാഗമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അല്ലാതെ ഇവർ തമ്മിലുള്ള ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലേക്കുള്ള ഒരു സ്റ്റോറി എന്തായാലും ട്രിപ്പിൾ എച്ച് കാണിക്കില്ല എന്നുള്ളതും 100% ഷുവറാണ്. അപ്പോൾ ഇന്നത്തെ റോ എപ്പിസോഡിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.